ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മോഡേണിസം എന്നുള്ളതാണ് അടുത്ത തിയറി. മോഡേണിസം എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്, ആർട്സ് ആൻഡ് കൾച്ചർ മൂവ്മെൻ്റ് ആണ്. 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫിൽ എമേർജ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മോഡേണിസം. അപ്പോൾ മോഡേണിസം എന്നുള്ള മൂവ്മെൻറ്റ് പെയിൻറ്റിങ്ങിലും ലിറ്ററേച്ചറിലും ആർക്കിടെക്ചറിലും മ്യൂസിക്കിലും ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. 1890 to 1910 ഫ്രാൻസിലാണ് ഇത് സ്പ്രെഡ് ആയത്. ഫ്രാൻസിലും അതുപോലെ തന്നെ ജർമ്മനി, ഇറ്റലി, ബ്രിട്ടനിലോട്ടും ഇത് സ്പ്രെഡ് ആയി ഒരു കാലഘട്ടത്തിൽ 1890 തൊട്ട് 1910 വരെ. മോഡേണിസം റിജക്റ്റ് ചെയ്തിരുന്നത്, അതായത് ഈ ഹാർമണി, അതുപോലെ തന്നെ ഈ പേഴ്സ്പെക്റ്റീവ്സ്, അതുപോലെ തന്നെ എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ടുള്ള പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഇൻ പെയിൻറ്റിങ്, ട്രഡീഷണൽ ഫോംസ്, മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് റിജക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ. പിന്നെ ട്രഡീഷണൽ റിയലിസം എന്ന് പറഞ്ഞ കാര്യത്തിനെ ലിറ്ററേച്ചറിൽ പോലും ഇവർ റിജക്റ്റ് ചെയ്തിരുന്നു. ഹൈ മോഡേണിസം പീരീഡ് എന്ന് പറയുന്നത് 20 years ആണ്, 1910 തൊട്ട് 1930 വരെ. ഈ സമയത്ത് ഉണ്ടായിരിക്കുന്ന മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് ഉണ്ടായിരുന്നവരെന്ന് പറയുന്നത് T.S. Eliot ഉണ്ട്, ജെയിംസ് ജോയ്സ് ഉണ്ട്, എസ്ട്രാ പൗണ്ട് ഉണ്ട്, വിർജീനിയ വൂൾഫ്, മാർസൽ പ്രൗസ്റ്റ് ഉണ്ട്, സ്റ്റീഫൻ മെലാർമെ, ഫ്രാൻസ് കാഫ്ക ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മോഡേണിസം എന്ന് പറയുന്നത്, ഇവർ മോഡേണിസം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇംപ്രഷനിസവും സബ്ജക്റ്റിവിറ്റിക്കുമായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തിനെ നോക്കിക്കാണുന്നത്, അത്. പിന്നെ ഒബ്ജക്റ്റിവിറ്റിയിൽ നിന്ന് എവേ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് മോഡേണിസം എന്ന് പറയുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് മോഡേണിസം മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ജോണേഴ്സ് തമ്മിലുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, അതിനെ അങ്ങ് കളഞ്ഞു. അതായത് നോവൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പൊയറ്റിക്കായിട്ട് മാറി, പോയംസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊസൈക്കായിട്ട് മാറി. നിങ്ങൾക്ക് മോഡേൺ പോയംസ് വായിച്ച് നോക്കുമ്പോൾ അത് കവിതയായിട്ട് തോന്നണമെന്നില്ല, റൈമും മീറ്ററും ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടാണ് എഴുതി പോകുന്നത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫോംസ് വരാൻ തുടങ്ങി. അതായത് നെറേറ്റീവ് എല്ലാം, ഇപ്പോൾ ഒരു കഥ പറയുവാണെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ആയിട്ട് കഥ പറയാൻ തുടങ്ങി, ഡിസ്കണ്ടിന്യൂസ് നെറേറ്റീവ്സ് വരാൻ തുടങ്ങി. ആദ്യം ക്ലൈമാക്സിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഇൻട്രൊഡക്ഷൻ, അങ്ങനത്തുള്ള രീതിയിൽ എഴുതാൻ തുടങ്ങി. പിന്നെ ഓക്കെ, ദെൻ മോഡേണിസം, ലിറ്ററേച്ചറിൽ മോഡേണിസം എന്ന് പറഞ്ഞാൽ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറിയിലാണ് വരുന്നത്. ട്രഡീഷണൽ വേസിൽ നിന്നെല്ലാം മാറി ഉള്ള ഒരു പുതിയൊരു കൈൻഡ് ഓഫ് ബ്രേക്കാണ് ലിറ്ററേച്ചറിൽ അത് കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ മോഡേണിസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്ന വർക്ക്സ് എന്ന് പറയുന്നത് T.S. Eliotൻ്റെ വേസിലുണ്ട്, ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ്. മോഡേണിസത്തിന് ഇൻഫ്ലുവൻസ്ഡ് ആയ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഫ്രോയിഡ് വരുന്നുണ്ട്, കാറൽ മാക്സ് വരുന്നുണ്ട്, ഡാർവിൻ വരുന്നുണ്ട്, നീച്ചെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ്, ഏതൊക്കെ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ് ആണ് മോഡേണിസത്തിനെ എഫക്റ്റ് ചെയ്തത്? അതെന്ന് പറയുന്നത് സിംബോളിസം വരുന്നുണ്ട്, ഇംപ്രഷനിസം, സെറിയലിസം, എക്സ്പ്രഷനിസം, ഡാഡേയിസം, ഇമേജിസം, ക്യൂബിസം, വോർട്ടിസിസം. ഇത്രയും മൂവ്മെൻറ്റ്സ് ആണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എന്താണ് മോഡേണിസത്തിലോട്ട് ലീഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ഫെയിലായി. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി ആളുകളുടെ ഇടയിൽ വരാൻ തുടങ്ങി. കാരണം വാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പൻ ചെയ്യാൻ തുടങ്ങിയല്ലോ. സോ പുതിയ കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെ ഹാപ്പൻ ചെയ്യാൻ തുടങ്ങി ലിറ്റററി ജേണേഴ്സിലെല്ലാം. അങ്ങനെ ഒരു പുതിയ വിഷൻ വരാൻ തുടങ്ങി, ഒരു പുതിയ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ വരാൻ തുടങ്ങി. അതാണ് മോഡേണിസത്തിനോട്ട് വഴിതിരിച്ച് വിട്ടത്. ഓക്കെ, അപ്പം മോഡേണിസത്തിനെ കുറിച്ചൊരു എസ്സേ പറഞ്ഞു കഴിഞ്ഞാൽ, മോഡേണിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്. ഏർലി 20th സെഞ്ചുറി അല്ലെങ്കിൽ 19th സെഞ്ചുറി ആ ഒരു ടൈമിലാണ് വന്നത്. മോഡേണിസത്തിനെ കുറിച്ച് വിർജീനിയ വൂൾഫ് ഒരു എസ്സേക്കകത്ത് പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് 1924. ഡിസംബർ 1910 ഹ്യൂമൻ ക്യാരക്ടർ ചേഞ്ച് ആയെന്ന്. പിന്നെ ഫോർമലിസം അല്ലെങ്കിൽ റഷ്യൻ ഫോർമലിസം, സ്ട്രക്ചറലിസം, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, ന്യൂ ക്രിറ്റിസിസം, ഇതിനകത്തൊക്കെ നമുക്ക് മോഡേണിസത്തിൻ്റെ എലിമെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചേഞ്ചിങ് ടെക്നോളജിയും ഒരു കാരണമാണ്. ഫ്രോയിഡ്, കാറൽ മാക്സ്, ഡാർവിൻ, നീച്ചെ, ഇവരുടെ തിയറീസ് മോഡേണിസത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറൽ മാർക്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലാതെ ഇൻഹറൻറ്റഡ് ആയിട്ട് വരുന്നതല്ല. ഫ്രോയിഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റിക്കകത്ത് വരുന്ന ഒരു അതായത് ആനിമലിസ്റ്റിക് സെക്സ് ഡ്രൈവാണ് ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്. നീച്ചെ എല്ലാ കാര്യങ്ങളെയും ഡീകൺസ്ട്രക്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രിൻസിപ്പിൾസും റൂൾസും റെഗുലേഷൻസും എല്ലാം വെറും കൺസ്ട്രക്ഷൻസ് മാത്രമാണെന്ന് പറഞ്ഞു. ട്രഡീഷണൽ ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ഫെയിൽ ആയപ്പോഴാണ് മോഡേണിസം വന്നത്. ഒരു പുതിയ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ വേണമെന്ന് പറഞ്ഞു. ഒരുപാട് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ആയി, അതെല്ലാം പറഞ്ഞോണം. പിന്നെ ഗ്രേറ്റ് വർക്ക്സ് ഓഫ് മോഡേണിസം എന്ന് പറയുന്നത് J.G. ഫ്രേസറിൻ്റെ ഗോൾഡൻ ബൗൺ, ജെസ്സി വെസ്റ്റൻ്റെ ഫ്രം റിച്വൽ ടു റൊമാൻസും, അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് T.S. Eliotൻ്റെ വേസ്ലൻഡും ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് 1922 പബ്ലിഷ് ചെയ്തും മോഡേണിസ്റ്റ് വർക്കുകളാണ്. അത് മോഡേണിസത്തിന് നല്ല പോലെ എസ്റ്റാബ്ലിഷ് ചെയ്തു. മോഡേൺ പോയറ്റ്സ് എന്ന് പറയുന്നത് G.M. ഹോപ്കിൻസ്, W.B. യേറ്റ്സ്, എസ്ട്രാ പൗണ്ട്, T.S. Eliot, D.H. ലോറൻസ് അവരൊക്കെയാണ്.
പിന്നെ WB യേറ്റ്സിൻ്റെ സിംബലിസവും എസ്ട്രാ പൗണ്ടിൻ്റെ ഇമേജസോ, അതായത് ഒരു ഒറ്റ ഇമേജിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പോയം എഴുതുക, അതാണ് ഇമേജസോ എന്ന് പറയുന്നത്. പിന്നെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും എഴുതുന്നത്, വേറെ റൈംസ് ഒന്നും കാണത്തില്ല, മീറ്ററോ ഒന്നും കാണത്തില്ല, ഫ്രീ വേർഡ്സ് ആയിട്ടായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷനെ ബ്രേക്ക് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. സബ്ജക്റ്റ് മാറ്റർ പോലും പുതിയ സബ്ജക്റ്റ് മാറ്റേഴ്സ് ആയിരുന്നു. പിന്നെന്താണ്, ഹ്യൂമൻ ലൈഫിൻ്റെ പുതിയ റിയാലിറ്റീസിനെ കുറിച്ച്, അർബൻ തീംസിനെ കുറിച്ച്, സെക്ഷുവാലിറ്റി, കറപ്ഷൻ, ഈ ഐഡൻറ്റിറ്റി ഇല്ലായ്മ, ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് പറഞ്ഞു പോയത്. TS Eliotൻ്റെ വേസ്റ്റ്ലൻഡ് ഒരു ടിപ്പിക്കൽ മോഡേൺ പോമാണ്. പോം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക്കൽ സ്ട്രക്ചറോ കണ്ടിന്യൂറ്റിയോ ഇല്ല, ഓരോ എപ്പിസോഡ്സ് ആയിട്ടും ഇമേജസ് ആയിട്ടും ഐഡിയാസ് ആയിട്ടുമാണ് എഴുതി പോയേക്കുന്നത്. ഒരു അൺകണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതി പോയേക്കുന്നത്. ഏർലി ഡിക്കേഡ്സ് ഓഫ് 20th സെഞ്ച്വറിയിൽ ഒരുപാട് നോവലിസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. മോഡേണിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ജെയിംസ് ഉണ്ട്, സാമുവൽ ബട്ട്ലർ ഉണ്ട്, H.G. വെൽസ്. അതൊക്കെയെന്ന് വെച്ചാൽ H.G. വെൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സയൻസ് ഫിക്ഷൻ്റെ ആളാണ്, ജോസഫ് കോൺറാഡ്. എക്സ്ട്രീം റിയാലിറ്റി ആയിട്ടാണ് ഇവരെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഹിഡൻ റിയാലിറ്റീസ്, അതുമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു. മോഡേൺ ട്രെൻഡ്സ്, മോഡേൺ രീതിയിലൊക്കെയാണ് ഇവർ എഴുതിയത്. ഹെൻറി ജെയിംസ് ആണ് ഈ എന്താ പറയുക, ഒരു സിംഗിൾ ക്യാരക്ടറിൻ്റെ കോൺഷ്യസ്നെസ്സിൽ കൂടെ കഥ പറഞ്ഞ് ആദ്യമേ തുടങ്ങിയത്. ആൻഡ് അത് ജെയിംസ് ജോയ്സും വിർജീനിയ വോൾഫും കൂടെ പെർഫെക്റ്റ് ആക്കി മാറ്റി. ആ ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ബന്ധവും ഇല്ലാതെ മൈൻഡിൽ എന്താണോ വരുന്നത് ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിൽ, ആ തോട്ട്സിനെ അതുപോലെ അങ്ങ് എഴുതി വെക്കും, ഒരു ലോജിക്കാലിറ്റി ഇല്ലാതെ പോലെ. മോസ്റ്റ് കോംപ്ലക്സ് റൈറ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ജോസഫ് കോൺറാഡും ജെയിംസ് ജോയ്സുമാണ്. ജെയിംസ് ജോയ്സ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത വ്യക്തിയാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഇന്നർ കോൺഷ്യസ്നെസ്സിൽ എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് നല്ലപോലെ എഴുതിയിട്ടുണ്ട് നോവൽസിനകത്ത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, യുലീസസ്, അങ്ങനെ അതൊക്കെയാണ്. ഡബ്ലിനേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസും ഉണ്ട്. ഈ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാനിനകത്ത് അദ്ദേഹം പറയുന്ന, ആ ഒരു നോവലിനകത്ത് അദ്ദേഹം പറയുന്നത് സ്റ്റീഫൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ ഗ്രോത്തും അവൻ ജീവിതത്തിൽ കുറച്ചുകൂടെ അഡൾട്ടായി മാറിയപ്പം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കൈൻഡ് ഓഫ് സെൽഫ് റിയലൈസേഷനും കൂടിയാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് നോവലായ യുലീസസിലും ജെയിംസ് ജോയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിർജീനിയ വൂൾഫാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് ഈ ക്യാരക്ടേഴ്സിൻ്റെ മൈൻഡിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി, ആ ഒരു ട്രൂ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി. അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ജേക്കബ്സ് റൂം, മിസ്സസ് ഡാലവേ, ടു ദ ലൈറ്റ് ഹൗസ്, ഒർലാൻഡോ, എ ബയോഗ്രഫി. D.H. ലോറൻസ് അനദർ മോഡേണിസ്റ്റ് നോവലാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറയുന്നത് ആനിമലിസം അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ നോവൽസാണ് ഇദ്ദേഹത്തിൻ്റേത്. ഫ്രോഡിയൻ എലിമെൻറ്റ്സ് വരുന്നതാണ്, അതായത് FREUD, നമ്മുടെ ഫ്രോയിഡ് ഉണ്ടല്ലോ സൈക്കോ അനാലിസ്റ്റ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് എമേർജ്ഡ് ആയിട്ട് വരുന്നത്. പോസ്റ്റ് മോഡേണിസം ആണ്. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറിലും അതർ ആർട്സിലും വന്നൊരു കാര്യമാണ് പോസ്റ്റ് മോഡേണിസം. അത് ഇച്ചിരി ആംബിഗ്യസ് ആയിട്ടുള്ളൊരു ടേമാണ്. അതായത് മോഡേണിസത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ ആണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ന്യൂ ഫേസ് ഓഫ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസം ഒരു കണ്ടിന്യൂഷൻ ഓഫ് മോഡേണിസം ആണ്, പക്ഷേ എന്നാലും കുറച്ച് ഡിസ്മാൻഡലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസോറിയൻറ്റേഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അബാൻഡൻ ചെയ്ത് ഒരു കൈൻഡ് ഓഫ് പുതിയ വേൾഡാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ 1950s and 1960s പോസ്റ്റ് മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കോ, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ് പോസ്റ്റ് മോഡേണിസത്തിനെ എഫക്റ്റ് ചെയ്ത്? എക്സിസ്റ്റൻഷ്യലിസം, മാർക്സിസം, ഫെമിനിസം ഒക്കെയാണ് പോസ്റ്റ് മോഡേണിസത്തിനെ എഫക്റ്റ് ചെയ്ത മൂവ്മെൻറ്റ്. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുമ്പോൾ എന്താണ്? ആബ്സല്യൂട്ടായിട്ടും സർട്ടൻ ആയിട്ടും ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് മോഡേണിസം വ്യൂ ടെക്സ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സിഗ്നിഫയറിൻ്റെ പ്ലേ ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഒരിക്കലും ഫിക്സഡ് ആയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ പോസ്റ്റ് മോഡേൺ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് പോസ്റ്റ് മോഡേണിസം? അതൊരു ഇൻ്റലക്ച്വൽ റെവല്യൂഷനാണ് ലേറ്റ് 1960s ഹാപ്പൻ ചെയ്തത്. ഈ ജീൻ ഫ്രാങ്കോയിസ് ലയോട്ടാർഡും ജീൻ ബോഡ്രിലാർഡും കൂടിയാണ് പോസ്റ്റ് മോഡേൺ മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ ഡെറിഡയുടെ ഡീകൺസ്ട്രക്ഷനൊക്കെയാണ്. അതുപോലെ ഫൂക്കോയുടെ, റൊലൻ ബാർട്സിൻ്റെ ഒക്കെ ഐഡിയാസ് പോസ്റ്റ് മോഡേണിസം കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ എന്താ, ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫി ആൻഡ് ക്രിട്ടിക്കൽ അപ്രോച്ചാണിത് എന്ന് പറയുന്നത്. പിന്നെന്താണ്, എല്ലാത്തിൻ്റെയും അതോറിറ്റി സിമ്പിൾസിനെ റിജക്റ്റ് ചെയ്യുന്നതാണിത്. എല്ലാ തിയറിയും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണിത് നോക്കിക്കാണുന്നത്. ആൻഡ് ഇൻഡിജീനിയസ് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി, ഈ ഫ്രാഗ്മെൻറ്റേഷൻ, ഫ്ലൂയിഡിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോസ്റ്റ് മോഡേണിസം ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ആണ്, ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ്. പിന്നെ എന്താ പറയുന്നത്, നോളജ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണെന്നും അല്ലെങ്കിൽ അത് ഫാലിബിൾ ആണെന്നും അത് അബ്സല്യൂട്ട് അല്ല, സർട്ടൻ അല്ല, ഫിക്സഡ് അല്ല എന്നാണ് പറയുന്നത്. ക്വസ്റ്റ് ഫോർ നോളജ് എന്ന് പറയുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നോളജ് എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ റിവൈസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും, ചേഞ്ചസ് ഹാപ്പൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. എല്ലാത്തിനെയും എന്താ പറയുക, ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ് മോഡേൺ മൈൻഡ് ബിലീവ് ചെയ്യുന്നത് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള പ്രോസസ്സിലാണ്.
അതായത് ഒന്നിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാതെ നമുക്ക് ഒന്നിനെക്കുറിച്ചും പറയാൻ സാധിക്കുകയില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ലിംഗ്വിസ്റ്റിക് മീനിങ് അൺസ്റ്റേബിൾ ആണെന്നാണ് പോസ്റ്റ് മോഡേണിസം പറയുന്നത്. മീനിങ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് വഴിയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പോസ്റ്റ് മോഡേണിസ്റ്റുകാർ പറയുന്നത്. ഒരുപാട് മീനിങ്സ് നമുക്ക് ഒരു വർക്കിനെ കുറിച്ച് തന്നെ നമുക്ക് കിട്ടാം, ഒരു ഐഡിയയെക്കുറിച്ച്, ഒരു വേർഡിനെ കുറിച്ച് തന്നെ കിട്ടാം. പിന്നെ അപ്പോൾ മീനിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് അല്ല, ഒരു ട്രൂ മീനിങ് ഇല്ല എന്നാണ് പോസ്റ്റ് മോഡേണിസ്റ്റുകാർ ബിലീവ് ചെയ്യുന്നത്. മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ്സ് ആണുള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസവും മോഡേണിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അതിൻ്റെ അപ്രോച്ചസിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. മോഡേണിസത്തിൻ്റെ ടൈം പീരീഡ് തന്നെ 19th and 20th സെഞ്ചുറിയിലാണ്. അതായത് 1910 തൊട്ട് 30s ഇത് കുറച്ചും കൂടി ഫ്ലറിഷ്ഡ് ആയത്. അതിൻ്റെ ഐഡിയാസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രസ്സിലാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇന്നൊവേഷനിലും ഹ്യൂമൻ റീസണിൻ്റെ പൊട്ടൻഷ്യലിലുമാണ് ഇവർ ബിലീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ അതിലൊക്കെ അതായത് എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റിക്കാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സയൻസ്, ലോജിക്ക്, റീസണിൽ ട്രഡീഷൻ എല്ലാം റിജക്റ്റ് ചെയ്യുന്നതാണ് മോഡേണിസം എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഫോംസിലെല്ലാം റിജക്റ്റ് ചെയ്യുന്നു. പുതിയ ടെക്നിക്കുകൾക്കാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് മോഡേണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ യൂട്ടോപ്യൻ വേൾഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി റാഷണൽ വേൾഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പോസിബിലിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി പോസ്റ്റ് മോഡേണിസം എന്ന് പറയുമ്പം മിഡ് 20th സെഞ്ചുറിയിലാണ് വരുന്നത്. അതൊരു 1960s വരുന്നത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പ്രോഗ്രസിനെ കുറിച്ച് ഇവർക്ക് കുറച്ചൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണുള്ളത്. അതായത് പ്രോഗ്രസ് ഉണ്ടോ, ഈ ഒബ്ജക്റ്റീവ് ട്രൂത്തിന് എതിരെയൊക്കെയാണ് ഇവർ. നറേറ്റീവ്സിനെ, എല്ലാ കാര്യങ്ങളെ, ഐഡിയോളജീസിനെ എല്ലാം ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ചാൽ ട്രൂത്ത് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. അതുപോലെ തന്നെ മൾട്ടിപ്ലിസിറ്റി, ഒരു കാര്യത്തിന് തന്നെ പല മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു കൈൻഡ് ഓഫ് പാരഡോക്സ് അല്ലെങ്കിൽ ഐറണി ഉണ്ട്. അവർ ഹൈ കൾച്ചർ, ലോ കൾച്ചർ എന്നുള്ള ഈ ഡിസ്റ്റിങ്ഷനിലും ഡിഫറൻസിലും ഒന്നും ബിലീവ് ചെയ്യുന്നില്ല. എല്ലാത്തിനെയും മിക്സ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം ലിറ്ററേച്ചർ തന്നെ ഒരുപാട് ജാണേഴ്സ് ഉണ്ടല്ലോ. ഹൊറർ നോവൽസ് ഉണ്ട്, റൊമാൻറ്റിക് നോവൽസ് ഉണ്ട്, സയൻറ്റിഫിക് ഫിക്ഷൻ ഉണ്ട്. അതിനെല്ലാം ഇവരങ്ങ് ബ്ലെൻഡ് ചെയ്യും. ആ ഒരു ബൗണ്ടറീസിൽ ഇവർ വിശ്വസിക്കുന്നില്ല. പിന്നെ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് കൂടുതൽ ഡീകൺസ്ട്രക്ഷനെ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് എന്ന് പറയുമ്പം ലയറ്റാർഡും ഡെറീഡയും അതുപോലെ തന്നെ തോമസ് പിഞ്ചൻ ഒക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.